ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കരയെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് നിരവധി പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചേലക്കര വായനശാല പരിസരത്തു നിന്നാണ് റാലി ആരംഭിച്ചത്. നഗരം ചുറ്റിയ റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ട്രഷറർ പ്രമോദ്, ജില്ലാ കമ്മിറ്റി അംഗം മേരി ജയന്തി, സ്ഥാണുനാഥൻ മാഷ്, ഉണ്ണികൃഷ്ണൻ, അനിൽ മാസ്റ്റർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. അതുപോലെ തന്നെ ഇന്ത്യ അടക്കമുള്ള ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ആ യുദ്ധത്തിന്റെ കെടുതിയിൽ ജീവിക്കാൻ പോവുകയാണ്. യുദ്ധം എന്ന് പറയുന്നത് അവസാനിക്കുന്ന ഒരു രീതിയിലേക്കല്ല പോകുന്നത്. ഇതിനെതിരെയാണ് ചേലക്കര മേഖലാ കമ്മിറ്റി. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗത്തിൽ മേഖലാ പ്രസിഡന്റ് നീലകണ്ഠൻ മാസ്റ്റർ, സെക്രട്ടറി ടി വാസുദേവൻ എന്നിവർ സംസാരിച്ചു. യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കുന്നത് ഇങ്ങനെ യൂണിറ്റുകൾ, പരിഷത്തിന്റെ യൂണിറ്റുകളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള യുദ്ധവിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുന്നതിനാണ് പരിഷത്ത് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സ്വാഗതത്തിൽ മാഷ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ സാമ്രാജ്യത്വം, ഇസ്രായേലി എന്ന ഒരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ പിന്തുണയോടുകൂടി പശ്ചിമേഷ്യയെ ആകെ കലുഷിതമാക്കിയിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കുക മാത്രമല്ല, യുദ്ധത്തിൻ്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്, യുദ്ധത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും അവഗണിച്ചുകൊണ്ട് പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് സ്കൂൾ സമയത്ത് മിസൈൽ പതിപ്പിച്ചതിൻ്റെ ഭാഗമായി 200-ലേറെ പിഞ്ചു കുട്ടികളാണ്. യുദ്ധം എന്തെന്നറിയാത്ത, ലോകമെന്തെന്നറിയാത്ത, സാമ്രാജ്യത്വം എന്തെന്നറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ്. യുദ്ധങ്ങൾ വിതയ്ക്കുന്ന നാശങ്ങൾക്കെതിരെയും മാനവികതയുടെ ആവശ്യകതയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സമാധാനപരമായ ലോകത്തിനായി ജനകീയ പ്രതിരോധം തീർക്കണമെന്ന യോഗത്തിൽ ആഹ്വാനമുണ്ടായി. CCV ന്യൂസ്, ചേലക്കര.